ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലൊക്കെയുള്ള സമയമാണല്ലോ. നമ്മൾ പുറത്തേക്കൊക്കെ സ്ഥിരമായിട്ട് വെയിലത്തിറങ്ങി നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് വെയിലൊക്കെ കൊള്ളുമ്പോൾ മുഖമൊക്കെ കരുവാളിച്ച് പോകാൻ ഇടയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ മുഖം ഇങ്ങനെ കറുക്കണതിനും ഈ കറുത്ത കുത്തുകൾ ഇതിനൊക്കെ ഏറ്റവും നല്ല ഒരു സൂപ്പർ ഫേസ് പാക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഒരു ബീട്രൂട്ടാണ് കേട്ടോ എടുത്തേക്കണത്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം. വെയിലത്തൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ വെയിൽ കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ എത്ര നല്ല വെളുത്ത മുഖമായാലും കരുവാളിപ്പുണ്ടാവും. അപ്പോൾ അതിനൊക്കെ സൂപ്പറാണ് കേട്ടോ അത്. അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ നീര് കിട്ടാൻ എളുപ്പമുണ്ടാവുള്ളൂ. ഇതേപോലെ ചെറുതാക്കി നന്നായിട്ട് അത് മുഴുവനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ വെള്ളമൊന്നും തൊടാണ്ട് എടുത്തേക്കണതാണ് കേട്ടോ. ഇനി ചെറിയ ഒരു അമ്മിക്കുഴയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നീര് മുഴുവൻ കിട്ടാൻ എളുപ്പമുണ്ട്. വെള്ളം ഒട്ടും ആവരുത് കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കാണ്ട് ഇത് ഇടിച്ച് പിഴിഞ്ഞിട്ട് നന്നായി അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. അപ്പം ഞാനൊന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചതച്ചെടുത്തേക്കണതാണ് കേട്ടോ ഒന്ന് പതുക്കെ. എന്നിട്ട് ഒരു കോട്ടൺ തുണിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണ. ഒരു വെളുത്ത കോട്ടൺ തുണിയിൽ അത് ഇട്ടിട്ട് നന്നായിട്ട് ഞെക്കി പിഴിയണം കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ, വെള്ളമൊന്നും തൊടാണ്ട്. എന്നിട്ട് ഇതേപോലെ തുണിയിലിട്ട് ഞെക്കി പിഴിഞ്ഞാൽ മതി. അരിപ്പേലാവുമ്പോൾ അതിൻ്റെ കുറേശ്ശെ തരി ഉണ്ടാവും. അപ്പോൾ മുഖത്ത് തരി പോലെ ഉണ്ടാവും. ഇതല്ല, നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ട് കിട്ടണം. എന്നാലേ മുഖത്ത് ഇട്ടാൽ ഒന്ന് ഇരിക്കുള്ളൂ നന്നായിട്ട്, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവും ഉണങ്ങി വരുമ്പോൾ. നന്നായി ഞെക്കി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കുക കേട്ടോ. വെള്ളം തൊടാത്ത കാരണം അധികം നീരൊന്നും കിട്ടില്ല. ഒരു 3-4 ടീസ്പൂൺ നീരേ വേണ്ടോ കേട്ടോ നമുക്ക്. അത്രയ്ക്കേ വേണ്ടോ. അത് ഒരു വലിയ ബീട്രൂട്ടാണെങ്കിൽ അതിനുള്ള നീര് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. മുഖത്തെ മൂക്കിൻ്റെ അവിടെയുള്ള കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ, കരിവാളിപ്പോ ഒക്കെ പോവാൻ നല്ലതാണ്. അപ്പോൾ 3-4 ടീസ്പൂൺ കഷ്ടി നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ നല്ല കനമുള്ള ഒരു പാത്രത്തിൽ ഇട്ട് ഗ്യാസുമ്മ വെച്ച് ഒന്ന് സിമ്മിൽ കത്തിക്കുക കേട്ടോ ഗ്യാസ്. എന്നിട്ടൊന്ന് ഇളക്കി നിൽക്കുക. അതിൽ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചൊന്ന് കുറുകി കിട്ടും അപ്പോൾ ബീട്രൂട്ടിൻ്റെ നീര്. സിമ്മിൽ കത്തിച്ച് ഇളക്കിയും കൊണ്ട് നിൽക്കണം കേട്ടോ, കരിയരുത്. കരിയാണ്ട് ഇളക്കിയും കൊണ്ട് നിൽക്കുക. ഒരു മിനിറ്റ് അല്ലെങ്കിൽ കഷ്ടി ഒരു 1.5 മിനിറ്റൊക്കെ അങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോഴേക്കും അതിലത്തെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വരും. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം കേട്ടോ. ഗ്യാസ് ഓഫാക്കി വെച്ചു. അത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ 2 ടീസ്പൂണ് കടലമാവാണ് കേട്ടോ ഇട്ട് കൊടുത്തേ, കടലപ്പൊടി. ഇനി അത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് പേസ്റ്റ് പരുവായിട്ട് എടുക്കണം കേട്ടോ. അത് ബീട്രൂട്ടിൻ്റെ കളർ നന്നായിട്ട് വേണം കേട്ടോ. കടലമാവ് കൂടാൻ പാടില്ല. ഇതിപ്പോൾ ഒരാഴ്ചയിൽ 3 ദിവസം എങ്കിലും ഇടണം കേട്ടോ. ആ 3 ദിവസത്തേക്കുള്ളത് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ഇടുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി, കേടാവില്ല. ഇനി ഇതിലേക്ക് നല്ല കട്ട തൈര്, ഒരു 2 ടീസ്പൂണ് കട്ട തൈര് ഒഴിക്കുക കേട്ടോ. മോര് ആവരുത് കേട്ടോ, തൈര് തന്നെ വേണം. നല്ല കട്ടിയിലുള്ള തൈര് ഒരു 2 ടീസ്പൂണ് ഒഴിച്ച് ഒന്ന് നന്നായി അത് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒട്ടും തരിയില്ല കേട്ടോ ഇതിൽ. ഇനി ഞാനിതൊന്ന് മുഖത്ത് ഇട്ട് കാണിക്കാം കേട്ടോ. നന്നായിട്ട് കട്ടിയിൽ മുഖത്ത് തേച്ച് കൊടുക്കണം കേട്ടോ. കണ്ണിൻ്റെ ചുറ്റും മുഖത്തെ എല്ലായിടത്തും തേച്ച് കൊടുക്കണം. ആ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് പോവാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. കണ്ണിൻ്റെ ചുറ്റും എല്ലായിടത്തും ഇങ്ങനെ നല്ല കട്ടിയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കനം കുറയ്ക്കരുത്, കനം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. കയ്യുമ്മലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. വെയിൽ കൊള്ളണ സ്ഥലത്തൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കാം. കയ്യുമ്മലത്തെ കറുപ്പ് കരിവാളിപ്പൊക്കെ മാറും, വെയിൽ കൊണ്ടിട്ടുള്ള കറുപ്പൊക്കെ മാറും. പിന്നെന്താ, താടിയുടെ അടിയിൽ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ തൊക്കുകളൊക്കെ ഇങ്ങനെ ഞാന്ന് തുടങ്ങും. അപ്പോൾ അതൊക്കെ ഒന്ന് ചുരുങ്ങാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഫേസ് പാക്ക്. കഴുത്തിലും കയ്യുമ്മലും ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം ഇരിക്കണം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്കത് കഴുകി കളയണം. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും തേച്ച് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അതാ ഒരുവിധമൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെള്ളം മുക്കി നമുക്കൊന്ന് തുടച്ച് കളയാം കേട്ടോ. ഞാനൊരു തുണി കഷ്ണം വെള്ളത്തിൽ മുക്കിയിട്ട് ആ തുണി കൊണ്ടാണ് കേട്ടോ തുടയ്ക്കണ, കോട്ടൺ തുണി. അത് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് തുടയ്ക്കാം. തൈരൊക്കെ നല്ല തണുപ്പുള്ളതാണല്ലോ, അപ്പോൾ തണുപ്പ് അതൊക്കെ മുഖത്തിന് നല്ലതാണ്. പെട്ടെന്ന് നമ്മുടെ ഈ കറുത്ത കുത്തുകളൊക്കെ ഈ കറുത്ത പാടുകളൊക്കെ പോകാൻ നല്ലതാണ്. കണ്ണിന് ചുറ്റുമുള്ള പാടും ഈ മൂക്കിൻ്റെ അവിടെയൊക്കെ കറുത്ത പാടും കുത്തുകളൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക്. അതൊക്കെ പോവാൻ സൂപ്പറാണ് കേട്ടോ ഈ ഫേസ് പാക്ക്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇങ്ങനെ ഇടണം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അത് ഒരാഴ്ചയിലേക്ക് 3 പ്രാവശ്യം മുഖത്ത് പുരട്ടാനുള്ളത് ഉണ്ടാക്കി വയ്ക്കാം. നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം, കേടാവില്ല. കണ്ടു, ഇപ്പോൾ അത് നല്ലൊരു മാറ്റം കാണാനില്ലേ ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ. അപ്പോൾ ഇത് ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. മുഖം നല്ല മാറ്റമുണ്ട്, നന്നായിട്ട് വെളുത്തിട്ടുണ്ട് ഇപ്പോൾ. കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പഞ്ഞോ വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കഴുകി കളയാം. കണ്ടു, ഇപ്പോൾ മുഖം നന്നായിട്ട് ഒന്ന് വെളുത്ത പോലെ ഇപ്പം എന്നെ തോന്നണില്ലേ. അപ്പോൾ ഇതൊരാഴ്ചയിൽ 3 ദിവസം ഇടുമ്പോൾ എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു മാസം ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, എല്ലാവർക്കും നല്ല മാറ്റം ഉണ്ടാവും. 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.